Hello guys, welcome back to the channel. It's me Home Shopping. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടിയുടെ ബൊലേറോയുടെ ഫുൾ പെയിൻറ്റിങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ്ലി പെയിൻറ്റിങ്ങിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ മെക്കാനിക്കൽ പരമായിട്ട് കുറച്ച് പരിപാടി ചെയ്യാനുണ്ടായിരുന്നു. ഒരു വാട്ടർ പമ്പ് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു, പിന്നെ അങ്ങനെ കുറച്ച് ചില്ലറ പരിപാടി ഉണ്ടായിരുന്നു. ബ്രേക്ക് സിസ്റ്റം ജാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ക്ലച്ചിൻ്റെ പിസ്റ്റൺ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ ഫിക്സ് ചെയ്ത് ഫസ്റ്റ് മെക്കാനിക്കൽ പരമായിട്ട് വണ്ടി ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ലൈറ്റ് കാര്യങ്ങൾ ഇലക്ട്രിക് അങ്ങനെ മാറാനുള്ള സാധനങ്ങളെല്ലാം നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട്. അത് പെയിൻറ്റിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് ചെയ്യാനുള്ള പ്ലാനാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വണ്ടി പെയിൻറ്റിങ്ങിന് കയറ്റുവാണ്. പെയിൻറ്റിങ്ങിനെന്ന് പറയുമ്പോൾ വണ്ടി ഓൾറെഡി ഫുള്ള് പെയിൻറ്റ് ചെയ്തിട്ടിരുന്ന വണ്ടിയാണ്. അപ്പം കിടന്ന് വന്ന കുറച്ച് തുരുമ്പ് കളർ ഫെയ്ഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫുൾ പെയിൻറ്റ് ചെയ്യുന്നില്ല. മെയിനായിട്ട് തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉള്ളത് ക്ലിയർ ചെയ്യുക. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ ലൈറ്റ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാൻ. അത് കഴിഞ്ഞ് വേണം പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ, ടെസ്റ്റ് ചെയ്യാൻ. അപ്പോൾ നമുക്കിത് ടെസ്റ്റിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് തുരുമ്പ് കാര്യങ്ങൾ, പാച്ച് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം വന്ന് വണ്ടി മൊത്തത്തിലൊന്ന് നോക്ക്, നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എത്ര ദിവസം എടുക്കും. ഇതിപ്പോൾ ആക്ച്വലി നമ്മൾ മേടിക്കുന്ന മുമ്പ് അവർ ഓൾറെഡി പെയിൻറ്റ് ചെയ്തിട്ടിരുന്നതെന്നാണ് പറഞ്ഞത്. പക്ഷെ കിടന്ന് മഴയും വെയിലൊക്കെ അടിച്ചിട്ട് കുറച്ച് പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. നമുക്ക് മെയിനായിട്ട് ഈ തുരുമ്പുള്ളടം ക്ലിയർ ചെയ്യണം. മറ്റേത് പോളിഷൊന്നും വലിയ പോളിഷ് വേണമെന്നൊന്നുമില്ല, കാരണം നമ്മളിപ്പം വരണ പോലെയൊന്നും അങ്ങനെ തിളങ്ങിയൊന്നും നിൽക്കണ്ട. നമ്മൾ റഫ് യൂസിന് വേണ്ടിയിട്ടാണ്. അത് പിന്നെ മറ്റേ കോട്ടിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ വണ്ടി ഒന്ന് ടെസ്റ്റ് പാസ്സാവണം. ഈ തുരുമ്പൊക്കെ മേജറായിട്ടുള്ളത് ഇതേപോലുള്ള തുരുമ്പൊക്കെ ക്ലിയർ ചെയ്യണം. അപ്പോൾ നമ്മൾ എവിടെയൊക്കെയാണ് പെയിൻറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ബോണറ്റ് ഫുൾ പോർഷൻ പെയിൻറ്റ് ചെയ്തു. ബോണറ്റ് ഈ ഒരു പോർഷൻ, പിന്നെ ഈ ഒരു പോർഷൻ, ഇതെല്ലാം പെയിൻറ്റ് ചെയ്തു. പിന്നെ ബമ്പറിൽ നോക്കിക്കഴിഞ്ഞാൽ ബമ്പറിൽ ഇവിടെയൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. ഇവിടെ കുറച്ച് സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് പെയിൻറ്റ് ചെയ്തു. പിന്നെ നമ്മളെ മിററിൻ്റെ എല്ലാം മാറ്റ് ബ്ലാക്ക് അടിച്ചു. പിന്നെ ഇവിടെ കുറച്ച് ഹോൾസ് ഉണ്ടായിരുന്നു, അത് നമ്മൾ MC-യിൽ വെച്ച് ഫില്ല് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്തു. നമുക്ക് പുട്ടിയും കാലും കുറച്ചുകൂടി ഹോൾസൊക്കെ അടയ്ക്കാൻ MC-യിലാണ് കുറച്ചുകൂടി ബെറ്റർ. പിന്നെ നമുക്ക് ഡോറിൻ്റെ ഈ ഒരു പോർഷൻ, പിടി ഈ ഒരു പോർഷൻ ഇവിടെ എല്ലാം പെയിൻറ്റ് ചെയ്തു. പിന്നെ ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു പോർഷനിൽ പെയിൻറ്റ് ചെയ്തു. പിന്നെ ഇതെല്ലാം മാറ്റ് ബ്ലാക്ക് എല്ലാം അതങ്ങ് അടിച്ചു. പിന്നെ ഇവിടെ കുറച്ച് തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, തുറന്നു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം പെയിൻറ്റ് ചെയ്തു. പിന്നെ ഇവിടെയും ഡോറിൻ്റെ ഈ ഒരു സൈഡൊക്കെ പെയിൻറ്റ് ചെയ്തു. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്തത്. പിന്നെ ബാക്ക് 4 ഡ്രമ്മും പെയിൻറ്റ് ചെയ്തു. ഇത്രയാണ് നമ്മൾ പെയിൻറ്റിങ്ങിൽ ചെയ്തത്. ഫുൾ ബോഡി ചെയ്തില്ല, ഫുൾ ബോഡി ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും, വണ്ടി മൊത്തത്തിൽ നല്ലൊരു വൃത്തിയുണ്ട്. ഇനിയിപ്പം പോളിഷും കൂടെ ഉള്ളൂ പെയിൻറ്റിങ്. പിന്നെ ഈ അടിഭാഗത്തൊക്കെ ഡോറിൻ്റെയൊക്കെ ബൊലേറോയിൽ മെയിനായിട്ട് ഡോറിൻ്റെയൊക്കെ അടിഭാഗത്ത് ഈ ഒരു പോർഷനിലായിട്ട് നല്ല രീതിയിൽ തുരുമ്പ് വരും.
എല്ലാ ഡോറിൻ്റെ ഈ ഒരു പോർഷനിൽ MC-യിലും പുട്ടിയൊക്കെ ഇട്ട് നല്ല രീതിയിൽ നീറ്റാക്കി പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പുട്ടി ഇടണോ എന്താ പറയുക MC-യിൽ ഒട്ടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും നല്ലതാണ്. പക്ഷേ ചില ഈ ഹോളുകളിലൊക്കെ അടയ്ക്കാൻ ഏറ്റവും കൂടുതൽ MC-യിലാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഇവിടെയും ചെറിയൊരു ഗ്യാപ്പ് വന്നപ്പോൾ അവിടെ MC-യിലിട്ടാണ് ഒട്ടിച്ചിട്ട് പേപ്പർ പിടിച്ച് പെയിൻറ്റ് ചെയ്തത്. ഇത് ഇത്രയൊക്കെയാണ് ചെയ്തത്. മൊത്തത്തിൽ ഒരു 7000 രൂപയുടെ ആണ് ചെയ്തത്. പിന്നെ നമുക്ക് പണി കിട്ടിയതെന്ന് പറഞ്ഞാൽ മഴ സീസൺ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പെയിൻ്റ് അടിച്ച് കിട്ടിയില്ല. നമുക്ക് 2002 വണ്ടി ഇത്രയും തിളക്കമൊക്കെ മതി. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് വണ്ടി ചെളി അടിച്ചിരിക്കുവാണ്. ഇപ്പം നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ ഓൾറെഡി 350 കിലോമീറ്ററോളം നമ്മൾ ഈ വണ്ടിയിൽ ഓടി. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പം പിന്നെ നോക്കിക്കഴിഞ്ഞാൽ പോളിഷ് ബാലൻസ് ഉണ്ട്. അതായത് നമ്മൾ പെയിൻ്റ് അടിച്ചിട്ട് ഒരാഴ്ച ആയുള്ളൂ. അപ്പം വെയിലൊക്കെ അടിച്ച് നല്ല രീതിയിലൊന്ന് പെയിൻറ്റ് ഹീലായിട്ട് നമുക്ക് നല്ല രീതിയിൽ മൊത്തത്തിൽ ഒന്ന് പോളിഷ് ചെയ്യുമ്പം എല്ലായിടവും ഒരേ തിളക്കമാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് പെയിൻറ്റ് ചെയ്ത നമ്മളെ വീഡിയോ. അപ്പോൾ നമ്മൾ പെയിൻറ്റ് ചെയ്ത ഷോപ്പിലെ പുള്ളിയുടെ കോൺടാക്ട് ഡീറ്റെയിൽസും ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി പോയിട്ട് ഈ പറഞ്ഞ പോളിഷ് ഡ്രംസ് ഒന്നും കൂടെ പെയിൻറ്റ് ചെയ്യണം. അങ്ങനെ ചെറിയ ചെറിയ ചില്ലറ പരിപാടിയാണ് ഇനിയുള്ളത്. അപ്പോൾ ഇത് ഇത്രയാണ് ചെയ്തപ്പം വണ്ടി ഓൾമോസ്റ്റ് ഒരു കുട്ടപ്പനായി, ഒരു ബ്ലാക്ക് ബ്യൂട്ടിയായി. നമുക്ക് ബ്ലാക്ക് എന്ന് പറയുമ്പോൾ നമ്മളൊരു വീക്ക്നെസ്സാണ്. അപ്പം വണ്ടി ആ ഒരു ബ്ലാക്കിൽ ഇങ്ങനെ വരണാണുമ്പോൾ തന്നെ ഒരു ചന്തമാണ്. വൈറ്റ് വണ്ടി നല്ലത് ആണ്. ബൊലേറോ കൂടുതലും വൈറ്റാണ് ഇറങ്ങുന്നത്. പക്ഷെ നമ്മളെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത് ബ്ലാക്കാണ്. അപ്പം വണ്ടിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയുക, സജഷൻസ് പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പം സ്റ്റേ ട്യൂൺഡ് ബൈ ഇറ്റ്സ് മീ ഹോമോ ഷെപ്പിൻ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.